യൂണിഫോം ഏതായാലും കുഴപ്പമില്ല, നമ്മൾ ഇതിനോട് ചോദിച്ചു പോവുക. നാട്ടുകാരെല്ലാം ഇപ്പം നമ്മളോടൊപ്പം സഹകരിക്കുന്നുണ്ട്. നല്ല നല്ല ആൾക്കാരെല്ലാം നമ്മളോടൊപ്പം സഹകരിക്കുന്നു. പുതിയ ഇതുവരെ ഇല്ലാത്ത ഒരു മേയറാണ് നമുക്ക് കിട്ടിയതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കുറേ വീട്ടുകാർ ഞങ്ങളെ പറ്റിച്ച് കൊണ്ടുവയ്ക്കാനുള്ള കുറേ പേര് അതിന്നും വരെ ഞങ്ങൾ വേസ്റ്റുകളും ഫുഡ് വേസ്റ്റ് ഡൈപ്പേഴ്സ് അങ്ങനെ നല്ലൊരാളായിരിക്കും. അതെനിക്ക് പെട്ടെന്ന് ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹപ്രകാരം ഒരു വാഹനമൊക്കെ അറേഞ്ച് ചെയ്തു. ഇന്നലെ വരെ നിങ്ങൾ വെറും വേസ്റ്റ് എടുക്കുന്നവരായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ ഒരു എനർജി ക്രിയേറ്റ് ചെയ്യുന്നവരായി മാറി. വളരെ നല്ല അഭിപ്രായമാണ്. മേയർ നമുക്ക് വേണ്ടി നിൽക്കുമെന്ന് തന്നെയാണ് നമ്മൾ. ഭയങ്കര സന്തോഷമാണ്. ഇപ്പോഴും മേയർ ഈ പ്രഖ്യാപിച്ചതെല്ലാം നമുക്ക് നല്ല സന്തോഷമാണ്. നമുക്കിത് വലിയൊരു പ്രചോദനമായിട്ട് തന്നെ തോന്നി. ഇതുവരെ നമ്മൾ വേസ്റ്റ് എന്നല്ലേ പറഞ്ഞോണ്ടിരുന്നത്, അത് മാറ്റണമെന്നല്ലേ സാറും പറഞ്ഞത്. ഞങ്ങളുടെ ഹരിതകർമ്മ സേനയിൽ വന്ന് ഞങ്ങൾക്ക് ഒത്തിരി ജനങ്ങളുമായിട്ട് പരിചയപ്പെടുവാനും ഒത്തിരി കാര്യങ്ങൾ ജനങ്ങളിൽ നിന്ന് പഠിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാര്യമാണ് വന്ന് വലിയ നമുക്ക് ഞങ്ങളുടെ മേയർ ഒരുപാട് നന്ദിയുണ്ട്. മേയർ നല്ലൊരു മേയറാണ്. ഞങ്ങൾക്ക് നല്ല മേയറുടെ പ്രവൃത്തികളെല്ലാം ഞങ്ങൾക്ക് ഇഷ്ടമാണ്. നല്ല ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെയുള്ള ഒരു നല്ലൊരു മേയർ തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇന്നലെ വരെ നിങ്ങൾ വേസ്റ്റ് എടുക്കുന്നവരായിരുന്നു. മേയറിന്റെ പ്രഖ്യാപനത്തെ എങ്ങനെയാണ്? നല്ലൊരു കാര്യമാണ് പറഞ്ഞത്. നിങ്ങളുടെ ആഗ്രഹമായിരുന്നു നിങ്ങൾക്കൊരു യൂണിഫോം, നിങ്ങൾക്ക് ഹെൽമെറ്റും, അത് സാധ്യമാവുകയാണ്. ഇന്ന് മുതൽ നിങ്ങളുടെ ഐഡന്റിറ്റി മാറുകയാണ്. എങ്ങനെ കാണുന്നു? സന്തോഷം തന്നെ. ഇതൊക്കെ കിട്ടണേൽ ഭയങ്കര സന്തോഷമാണ്. നമുക്ക് ഇതുവരെ മാസ്കും ഇതൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ഇത് കിട്ടണേൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇന്നലെ വരെ നിങ്ങൾ വെറും വേസ്റ്റ് എടുക്കുന്നവരായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ ഒരു എനർജി ക്രിയേറ്റ് ചെയ്യുന്നവരായി മാറി. മേയറുടെ പ്രഖ്യാപനത്തോടു കൂടി നിങ്ങൾ അതിനെ എങ്ങനെ കാണും? അതിൽ നമുക്ക് നല്ല ഭയങ്കര സന്തോഷമാണ്. ഇപ്പോഴും മേയർ ഈ പ്രഖ്യാപിച്ചതെല്ലാം നമുക്ക് നല്ല സന്തോഷമാണ്. നിങ്ങളുടെ സേഫ്റ്റി ആയിട്ടുള്ള ഉപകരണങ്ങൾ എങ്ങനെയുണ്ട്? ഹരിതകർമ്മസേന എത്ര വർഷമായിട്ട് പ്രവർത്തിക്കുന്നു? തുടക്കം മുതലേ ഉണ്ട്. നമ്മൾ 4-4.5 വർഷമായി നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഇപ്പോൾ ഇന്നാണ് നിങ്ങളുടെ യൂണിഫോം മാറുന്നത്. ഇതുവരെ നിങ്ങൾ വെറും ഹരിതകർമ്മസേനയിലെ വെറും വർക്കറായിരുന്നു. ഇന്ന് നിങ്ങൾ എനർജി ക്രിയേറ്റ് ചെയ്യുന്നവരായി. നേരത്തെ പ്രഖ്യാപനത്തോട് അതിനെങ്ങനെ കാണും? വളരെ നല്ല അഭിപ്രായമാണ്. മേയർ നമുക്ക് വേണ്ടി നിൽക്കുമെന്ന് തന്നെയാണ് നമ്മൾ സന്തോഷം. മേയർ നമ്മളെ കൂടെ ഒപ്പം ഉണ്ടായിരിക്കുമെന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നത്. നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഉപകരണങ്ങൾ ഇവിടെ കാണിച്ചത്. അത് നിങ്ങൾ ഉപയോഗിക്കുമല്ലോ? ഉപയോഗിക്കും. നമുക്ക് വേണ്ടി തരണല്ലോ, അപ്പൊ പിന്നെ നമുക്ക് ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ഇപ്പോൾ ആ ഉപകരണം അവിടെ പ്രദർശിപ്പിച്ച സമയത്ത് തന്നെ നിങ്ങളുടെ കൈയടികൾ കാണാൻ കഴിഞ്ഞു. അപ്പൊ അത് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നതാണ്. സേനയുടെ ഇന്നു മുതൽ നിങ്ങളുടെ ഐഡന്റിറ്റി മാറുകയാണ്. എങ്ങനെ കാണുന്നു? നല്ല അഭിപ്രായമാണ്. നമ്മളെ കുറിച്ച് നല്ല അഭിപ്രായമല്ലേ മേയർ പറഞ്ഞത്. അതിൽ തെറ്റായിട്ടൊന്നും നമ്മൾ പറഞ്ഞില്ല. പുതിയൊരു മാറ്റം അത് അനിവാര്യമായിരുന്നു. അനിവാര്യമായി മാറ്റം മാറാത്തതും മാറി. എങ്ങനെയുണ്ട്? നമുക്കിത് വലിയൊരു പ്രചോദനമായിട്ട് തന്നെ തോന്നി. ഇതുവരെ നമ്മൾ വേസ്റ്റ് എന്നല്ലേ പറഞ്ഞോണ്ടിരുന്നത്, അത് മാറ്റണമെന്നല്ലേ സാറും പറഞ്ഞത്. മേയർ എന്നും പ്രഖ്യാപിച്ചത് ഇന്നലെ വരെ നിങ്ങൾ വേസ്റ്റ് എടുക്കുന്നവരായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ എനർജി ക്രിയേറ്റ് ചെയ്യുന്നവരായി മാറി. അതിനെങ്ങനെ കാണും? നാളെ തൊട്ട് നമ്മൾ നല്ല എനർജിയോടെ തന്നെ ഇറങ്ങും. അപ്പൊ യൂണിഫോം ഒക്കെ എങ്ങനെ ഇഷ്ടപ്പെട്ടു? നാളെ മുതൽ ഉപയോഗിക്കും. നല്ല യൂണിഫോമാണ്. നമ്മൾ യൂണിഫോം ഉപയോഗിക്കും. ഞങ്ങളുടെ ഹരിതകർമ്മ സേനയിൽ വന്ന് ഞങ്ങൾക്ക് ഒത്തിരി ജനങ്ങളുമായിട്ട് പരിചയപ്പെടുവാനും ഒത്തിരി കാര്യങ്ങൾ ജനങ്ങളിൽ നിന്ന് പഠിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. വലിയൊരു പ്രചോദനം തന്നെയാണ്. നാട്ടിന് നല്ലൊരു ഇതാണ്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത്. വളരെ ഹാപ്പി ആയിട്ടാണ്. ഇത് യൂണിഫോം പ്രദർശിപ്പിച്ച സമയത്ത് തന്നെ ഒരു കൈയടി ഉണ്ടായിരുന്നു. അപ്പം മേയർ എങ്ങനെ കാണും? മേയർ നല്ലൊരു മേയറാണ്. ഞങ്ങൾക്ക് നല്ല മേയറുടെ പ്രവൃത്തികളെല്ലാം ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെയുള്ള ഒരു നല്ലൊരു മേയർ തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. വളരെ സന്തോഷം. വളരെ സന്തോഷം. ചേട്ടാ എങ്ങനെ കാണുന്നു? സന്തോഷം. ഇതൊരു ഐക്യത്തിന്റെ ഒരു പ്രതീകമാണ്. ഒരു പാർട്ടിയോ ഒന്നും മതമോ ഒന്നും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു എല്ലാവരും നിങ്ങൾ അംഗീകരിക്കുന്നു തോന്നലുണ്ടായില്ലേ? ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. നിങ്ങളുടെ യൂണിഫോം അതായിരുന്നു. ഇന്നു മുതൽ യൂണിഫോം മാറി. എങ്ങനെ കാണുന്നു? നമ്മളാ സാഹചര്യത്തിനൊത്തനുസരിച്ച് നിങ്ങൾ ഇന്നലെ വരെ നിങ്ങൾ വെറും വേസ്റ്റ് എടുക്കുന്നവരായിരുന്നു. ഇന്നു മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ നിങ്ങൾ എനർജി ക്രിയേറ്റ് ചെയ്യുന്നവരായി മാറി. അതായത് നിങ്ങളുടേത് വേസ്റ്റ് അല്ല എന്ന രീതിയിലോട്ട് മേയർ പ്രഖ്യാപിക്കുകയുണ്ടായി. ആ പ്രഖ്യാപനത്തെ നിങ്ങൾ എങ്ങനെയാണ്?
എങ്ങനെയാണ്? നന്നായി നോക്കിയിട്ടാണ്. നിങ്ങൾ മേയറെ കുറിച്ച് എന്താ അഭിപ്രായം? കുഴപ്പമില്ല, നന്നായിട്ട് ഭരണം മെച്ചപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചാണോ യൂണിഫോം? തീർച്ചയായും. അപ്പം നിങ്ങൾക്ക് സമൂഹത്തിൽ ഒരു സ്ഥാനം കിട്ടിയെന്നൊരു തോന്നലുണ്ടോ? തീർച്ചയായിട്ടും. അപ്പം നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഉപകരണങ്ങളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചത്. അത് നിങ്ങൾ യൂസ് ചെയ്യും? തീർച്ചയായിട്ടും. സന്തോഷമുണ്ടോ? സന്തോഷം. ഇന്നലെ വരെ നിങ്ങൾ വേസ്റ്റ് എടുക്കുന്നവരായിരുന്നു. ഇന്ന് മുതൽ നിങ്ങൾ എനർജി ക്രിയേറ്റ് ചെയ്യുന്നവരായി മാറി. വേസ്റ്റ്, അതായത് മാലിന്യം എന്നത് മാറിയല്ലോ. അതിന് ആ മേയറുടെ പ്രഖ്യാപനത്തിൽ നിങ്ങൾ എങ്ങനെ കാണുന്നു? നല്ല കാര്യമാണ് അത്. സന്തോഷമാണ്. സന്തോഷമാണ്. നിങ്ങൾ യൂണിഫോം യൂസ് ചെയ്യുമോ? നമ്മൾ യൂസ് ചെയ്യും, പക്ഷെ നമ്മളെ ഗ്രീൻ ആയിരുന്നു കുറെ കൂടി നല്ലത്. ഗ്രീൻ ആയിരുന്നു നല്ലത്. നിങ്ങൾക്ക് ഈ കളർ ഇഷ്ടപ്പെടാത്തതാണോ? അല്ല, കളറ് ഇഷ്ടമല്ലാത്തതല്ല, നമുക്ക് ആ കളർ ഒരു ഇറിച്ച് നിൽക്കുന്നത് കൊണ്ടുള്ള ഒരു ഇതാ. അല്ല, വേറൊന്നുമല്ല. അപ്പൊ നിങ്ങൾക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ പ്രദർശിപ്പിച്ച സാധനങ്ങളൊക്കെ. അത് നിങ്ങൾ ഉപയോഗിക്കും? തീർച്ചയായിട്ടും ഉപയോഗിക്കും. നിങ്ങൾ ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നു? നമ്മൾ കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഷൂവിനും നിങ്ങളുടെ യൂണിഫോത്തിനും എല്ലാത്തിനും അളവ് കൊടുത്തുകൊണ്ടിരുന്നു. അപ്പൊ അത് കിട്ടും എന്നുള്ള ഇതുണ്ടായിരുന്നു. അപ്പൊ ഹരിതകർമ്മ സേന എന്ന് പറയുമ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വീട്ടിൽ മാലിന്യങ്ങൾ ശേഖരിക്കുന്നവരെ എന്നതായിരുന്നല്ലോ. അപ്പം നിങ്ങൾക്ക് നാളെ മുതൽ നിങ്ങൾക്ക് തലയുയർത്തി നിൽക്കാം. നിങ്ങൾക്കും സമൂഹത്തിൽ സ്ഥാനമുണ്ടായെന്നൊരു തോന്നലുണ്ടോ? അതുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഹാപ്പിയാണ്? ഹാപ്പിയാണ്. ഈ പ്രഖ്യാപനത്തെ എങ്ങനെ കാണുന്നു? നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന വണ്ടിയുടെ പ്രഖ്യാപനം, അതായത് നിങ്ങളുടെ മാലിന്യങ്ങൾ നിങ്ങൾ ശേഖരിച്ച് നിങ്ങൾ ഒരിടത്ത് കൂട്ടുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്കത് കൊണ്ടുപോകാനായിട്ട് ഒരു വണ്ടി അറേഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അത് നിങ്ങൾ സന്തോഷമുണ്ട്. ഈ ഒരു പ്രഖ്യാപനത്തെ, മേയറിന്റെ പ്രഖ്യാപനത്തെ എങ്ങനെയാണ്? നല്ലൊരു കാര്യമാണ് പറഞ്ഞത്. നിങ്ങളുടെ യൂണിഫോമിൽ ഒരു മാറ്റം വന്നു. ആ യൂണിഫോം നിങ്ങളുടെ സൗകര്യത്തിന്, നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് യൂണിഫോം വെച്ചത്. ആ യൂണിഫോം നിങ്ങൾ സന്തോഷത്തിലാണ്? അത് ഞങ്ങൾക്ക് കിട്ടിയാലേ ഞങ്ങൾക്ക് അതിനെ പറ്റി പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് കിട്ടുമല്ലോ. അത് കിട്ടിയതിന് ശേഷം ഞങ്ങൾ ഓക്കെ ആക്കാം. സന്തോഷത്തോടെ. സന്തോഷം. ആ മാറ്റത്തെ നിങ്ങൾ എങ്ങനെ കാണും? മാറ്റം നന്നായിട്ട് പോകുന്നു. ഇപ്പൊ പുതിയ ഒരു മാറ്റമല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് എല്ലാവരുടെ ആഗ്രഹം. പിന്നെ നിങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള നിങ്ങളുടെ ആഗ്രഹമായിരുന്നു ഒരു വാഹനം എന്നത്. അത് 101 വാർഡുകളിലും വാഹനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് പ്രാബല്യത്തിൽ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിനെങ്ങനെ കാണുന്നു? ഒരു വാഹനം എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹം തന്നെയാണ്. ഞങ്ങളും അങ്ങനെ ഇല്ലാതെ ഒരു ബുദ്ധിമുട്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. വാഹനം വരുന്നതിൽ ഞങ്ങൾക്ക് തന്നെ സന്തോഷം തന്നെയാണ്. വളരെ കഷ്ടപ്പെട്ടാണ് നിങ്ങൾ രാവിലെ മുതൽ മാലിന്യങ്ങൾ ശേഖരിച്ച് ഒരു സ്ഥലത്ത് കൊണ്ട് ഒതുക്കി വയ്ക്കുന്നത്. പക്ഷേ ആ ഒതുക്കിയ മാലിന്യങ്ങൾ തന്നെ മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നു എന്ന രീതിയിലൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കൊരു വാഹനം നല്ലതാണ്. അപ്പം ആ ഒരു പ്രഖ്യാപനം, അല്ലെങ്കിൽ മേയർ ഈ രീതിയിൽ നിങ്ങൾക്ക് വാഹനങ്ങളെ മാറ്റുന്ന ആ മാറ്റത്തിനോട് നിങ്ങൾ എങ്ങനെ, മേയറിൻ്റെ രീതി എങ്ങനെ കാണും? യോജിച്ച് പോകുന്നുണ്ട്. മേയറെ കുറിച്ച് എന്താ? നല്ലൊരാളായിരിക്കും. അതായിരിക്കും പെട്ടെന്ന് ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹപ്രകാരം ഒരു വാഹനമൊക്കെ അറേഞ്ച് ചെയ്തത്. നിങ്ങൾ ആ യൂണിഫോമിൽ സംതൃപ്തരാണോ? സന്തോഷതരാണ്. ഞങ്ങളെ സംബന്ധിച്ച് വാഹനമാണ് പ്രധാനം. കാരണം ഞങ്ങൾ പല സ്ഥലങ്ങളിലും ഞങ്ങൾ പ്ലാസ്റ്റിക് എടുത്ത് വെക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണ്. ഞങ്ങളെടുത്ത് ഓരോ വീടുകളിലും ഞങ്ങൾ 100 രൂപ യൂസർ കാർഡ് പൈസ കൊടുത്തിട്ട് വാങ്ങിച്ച് ഞങ്ങൾ കളക്ട് ചെയ്ത് വെക്കുന്നത്. കുറേ വീട്ടുകാർ ഞങ്ങളെ പറ്റിച്ച് കൊണ്ടുവയ്ക്കാനുള്ള കുറേ പേര്. അതിന്നും വരെ ഞങ്ങൾ വേസ്റ്റുകളും ഫുഡ് വേസ്റ്റ്, ഡൈപ്പേഴ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ വയ്ക്കുന്നുണ്ട്. നമുക്കത് ബുദ്ധിമുട്ടാണ്. നമുക്കതൊരു വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നുള്ള എടുത്ത് വയ്ക്കുന്ന സാധനം നമുക്ക് അതിൽ തന്നെ അവിടെ നിന്ന് മാറ്റാം. ഇപ്പോൾ നമുക്ക് വാഹനം ഇല്ലാത്തതുകൊണ്ട് പല ബുദ്ധിമുട്ടും നമ്മൾ അനുഭവപ്പെടും. നല്ല രീതിയിൽ കാണുന്നുണ്ട്. കാരണം മുമ്പ് നല്ല വേസ്റ്റ് സ്ഥലങ്ങളിൽ വൃത്തിയാവുകയും ജനങ്ങൾ പോകാനും, മുമ്പത്തെ പോലെ ഫുഡ് റോട്ട് കാണുന്നില്ല. സ്കൂളിൽ പിള്ളേർ പോകാനുള്ള ഒരു മാതൃക ഉണ്ട്, വൃത്തിയുണ്ട്. എല്ലാവർക്കും പോകാനുള്ള. മറ്റുള്ളവർ വണ്ടി പോകുമ്പോൾ പാവപ്പെട്ട പിള്ളേരെല്ലാവരും ഈ മാനുവൽ ചവിട്ടിൻ്റെ സ്കൂളിൽ കയറുന്നത്. അതേ തന്നെ സർക്കാർ സ്കൂളിൽ പൈപ്പ് പോലും ഇല്ലാത്ത സാഹചര്യങ്ങളുണ്ട്. പിള്ളേർ പേപ്പർ തുടച്ചിട്ടാണ് സ്കൂളിനകത്ത് കയറുന്നത്. ടീച്ചർമാരെ പിള്ളേർ വഴക്ക് പറയുന്നുണ്ട്, വെള്ളയിൽ ചോദിക്കുന്നുണ്ട്. അതൊക്കെ മാറി. ഇപ്പം നിങ്ങളുടെ വർഷങ്ങളായിട്ട് നിങ്ങളുടെ ആഗ്രഹമായിരുന്നു ഒരു വാഹനം എന്നത്. അത് ഇന്നും മേയർ പ്രഖ്യാപിക്കുകയുണ്ടായി. 101 വാർഡുകളിലും വാഹനം ഏർപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളിലാണെന്ന്. അതിനെ നിങ്ങളെങ്ങനെ കാണും? നല്ലൊരു അഭിപ്രായമാണ്. നമ്മുടെ സ്വന്തമായിട്ട് ഹരിതകർമ്മക്കാർ അവർ ചെയ്യുന്ന നമ്മൾ ശമ്പളത്തിൽ നിന്നാണ് വാഹനം വാടകയ്ക്ക് എടുക്കുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. വന്ന് വലിയ നമുക്ക് പുണ്യം കിട്ടും. മേയർ ഒരുപാട് നന്ദിയുണ്ട് പറഞ്ഞു. പുതിയ യൂണിഫോം, അതുപോലെ തന്നെ പുതിയ സുരക്ഷാ ഉപകരണങ്ങൾ, ഹെൽമെറ്റ്, അങ്ങനെയൊക്കെ നിങ്ങളൊരു ക്വാളിറ്റിയിലോട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ പുതിയ യൂണിഫോം അത് നിങ്ങൾക്ക് സന്തോഷമാണ്. ജനങ്ങൾ നമുക്ക് ബഹുമാനം തരാൻ നമ്മൾ അങ്ങോട്ട് ബഹുമാനം ചെയ്യും. അങ്ങനെ ഒരു നമ്മൾ ശ്രദ്ധപ്പെടുന്ന ഒരു രീതിയാണ് ഈ ഡ്രസ്സ് നമുക്ക് വലിയ
സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പം നമ്മൾ ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് വേസ്റ്റ് എടുക്കാൻ വരുന്നത് എന്നൊക്കെയാണ് പറയുന്നത് ഓരോരുത്തർ. വലിയവരും അങ്ങനെ തന്നെ പറയണത്, കുഞ്ഞു പിള്ളേരും അങ്ങനെ തന്നെ പറയും. അപ്പം നമ്മൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. വേസ്റ്റ് എന്ന് പറയില്ല, പ്ലാസ്റ്റിക് എടുക്കാൻ വന്നെന്ന് പറയണം എന്ന് പറയും. അപ്പോഴേ അങ്ങനെയാണ് പറയണത്. ഇപ്പോൾ ആശാനാഥ് ഡെപ്യൂട്ടി മേയർ വാർഡിലുള്ളതാണ് ഞങ്ങൾ ഓട്ടൊക്കെ ഇട്ടതാണ്, അതിൻ്റെ കൂടെ വർക്ക് ചെയ്തതാണ്. ഒരുപാട് ദിവസം വർക്കിനൊക്കെ പോയി. മാഡത്തിന് നമ്മളറിയാം, നമുക്ക് നല്ല ബഹുമാനം, നമുക്ക് അവരുടെ അടുത്ത് ബഹുമാനം, അവർക്ക് നമ്മുടെ അടുത്ത് ബഹുമാനമാണ്. അപ്പോൾ ചേച്ചി, നിങ്ങൾക്ക് വാഹനം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി 101 അപ്പോൾ അത് കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊരു വാഹനം തന്നിട്ടുണ്ട്. ആ വാഹനം കുറച്ച് ദിവസം ഓടിയപ്പോഴേ തന്നെ അത് പഞ്ചർ. പിന്നെ അത് നേരെ പോയി ഇരിക്കാൻ പറ്റില്ല, ഡാഡാന ഇങ്ങനെ കാണുന്നത്. പക്ഷേ ഇപ്പം മേയർ നല്ലൊരു വണ്ടി തരാമെന്ന്, ക്വാളിറ്റിയുള്ള വണ്ടി തരാമെന്ന് പറഞ്ഞ് അത് നമുക്ക് അഭിമാനമേ ഉള്ളൂ. അങ്ങനെ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന മേയറിനെ കുറിച്ചുള്ള അഭിപ്രായം? പുതിയ ഇതുവരെ ഇല്ലാത്ത ഒരു മേയറാണ് നമുക്ക് കിട്ടിയതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പക്ഷെ ഞാൻ ഒരു പഞ്ചായത്ത് വാർഡിലുള്ളതാണ്, ഇപ്പോഴാണ് ഡെപ്യൂട്ടി മേയർ ഉള്ള വാർഡിലോട്ട് ഞാൻ താമസമായത്. അപ്പം മേയറുമായിട്ടൊക്കെ നല്ല ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് തോന്നുന്നത്. മേയർ ഇപ്പം നല്ല പ്രോജക്റ്റുകളാണ് കൊണ്ട് തരുന്നതെന്ന് നമുക്ക് തോന്നുന്നു. അങ്ങനെ ആവണമെന്നാണ് നമ്മളെ ആഗ്രഹം. നാളെയും നമ്മൾ മാലിന്യം തോറും പ്ലാസ്റ്റിക് അല്ലേ എടുക്കുന്നത്. പ്ലാസ്റ്റിക് നമ്മുടെ ജോലിയല്ലേ, നമ്മളത് എടുക്കും. അല്ല, മാലിന്യങ്ങൾ ശേഖരിക്കുന്നവരിൽ നിന്ന് മാറി നിങ്ങൾ എനർജി ക്രിയേറ്റ് ചെയ്യുന്നവരായിട്ടുള്ള ആ ഒരു മാറ്റത്തെ എങ്ങനെ കാണും? നാട്ടുകാരെല്ലാം ഇപ്പം നമ്മളോടൊപ്പം സഹകരിക്കുന്നുണ്ട്. നല്ല ആൾക്കാരെല്ലാം നമ്മളോടൊപ്പം സഹകരിക്കുന്നുണ്ട്. നിങ്ങളുടെ യൂണിഫോം അതെങ്ങനെയാണ്? യൂണിഫോം ജോലിയിലല്ലേ നമ്മൾ നോക്കേണ്ട. യൂണിഫോം ഏതായാലും കുഴപ്പമില്ല, നമ്മൾ ഇതിനോട് ചോദിച്ചു പോവുക. നിങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഒരു വാഹനം എന്നത്. അപ്പം 101 വാർഡുകളിലും വാഹനം എന്നതിനെ ഇല്ല, ഒരു NCF ഇല്ല, അതൊക്കെ ഇല്ല. അത് ആ ഒരു പ്രഖ്യാപനം ഇപ്പം മേയർ നടത്തുകയുണ്ടായി, അതിനെങ്ങനെയാണ്? നമുക്ക് കിട്ടിയാൽ നല്ലത്. വാഹനം കിട്ടിയാൽ നമുക്ക് അത് വളരെയധികം സന്തോഷം. എന്തായാലും മേയർ ഞങ്ങളുടെ കാര്യങ്ങളിലെല്ലാം മുന്നിട്ടിറങ്ങുകയല്ലേ, അത് നല്ല സന്തോഷമുണ്ട്. ഇപ്പോൾ യൂണിഫോം ഇത് തന്ന് ഇനി വാഹനം വാർഡിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇനിയുള്ള കാര്യങ്ങളും അതുപോലെ മേയർ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളും, ഹരിതകർമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളും എന്നുള്ള വിശ്വാസമുണ്ട്. വളരെ നല്ല അഭിപ്രായമാണ്. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഒരു ഇതിലാണ് നമുക്ക് ഇത്രയും നല്ല ഒരു സുരക്ഷ സംവിധാനം കിട്ടിയത്. എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം നമുക്ക് ഇല്ല, സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ല എന്നല്ല, എന്നാലും ഇപ്പോൾ കുറച്ചുകൂടി നമ്മളെ കെയർ ചെയ്യുന്ന പോലെ നമുക്ക് ഇതായിട്ടുണ്ട്. മുമ്പ് നമുക്ക് മഴക്കോട്ട്, റെയിൻ കോട്ട് അങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ തന്നിട്ടുണ്ട്. മഴ ഫുള്ള് റെയിൻ കോട്ട് അങ്ങനെ അതിൻ്റെ ഇതൊക്കെ തന്നിട്ടുണ്ട്. ഹെൽമറ്റും അതൊക്കെ പുതിയ ഗ്ലൗസും ഹെൽമറ്റ് ഇത് ഇപ്പോഴാണ് തന്ന. കുഴപ്പമില്ല, അടിപൊളിയാണോ ചോദിച്ചാ അടിപൊളിയാണ്.